Hello everyone, my name is Gnanaraja. I would like to present you one video on eating out guidelines. And let me introduce myself. I was a health and wellness coach and nutrition and consultant and fitness and wellness coach working for last 18 years. ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ കൂടി ഞാൻ ആരോഗ്യകരമായ ഭക്ഷണ മാർഗനിർദ്ദേശങ്ങളെ കുറിച്ച് ആണ് സംസാരിക്കാൻ പോകുന്നത്. എൻ്റെ പേര് ജ്ഞാനരാജു. ഞാൻ കഴിഞ്ഞ 18 വർഷമായിട്ട് ഈ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു. ഞാനൊരു കൺസൾട്ടന്റ് ന്യൂട്രീഷനിസ്റ്റും വെൽനസ് ആൻഡ് ഫിറ്റ്നസ് കോച്ചുമാണ്. So I worked as a district registrar before in the government of Andhra Pradesh for 10 years. Then I resigned my job and I'm a certified nutritionist, fitness consultant, personal wellness coach for the last 18 years. എന്നെ കുറിച്ച് പറയുവാണെങ്കിൽ ഞാൻ ആന്ധ്ര ഗവൺമെന്റിൽ ഒരു ഗ്രൂപ്പ് 1 ഓഫീസറായിട്ട് 10 വർഷം ജോലി ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനൊരു സർട്ടിഫൈഡ് ന്യൂട്രീഷനിസ്റ്റ്, ഫിറ്റ്നസ് കൺസൾട്ടന്റ് ആൻഡ് പേഴ്സണൽ വെൽനസ് കോച്ചായിട്ട് കഴിഞ്ഞ 18 വർഷമായിട്ട് ജോലി ചെയ്യുന്നു. So this is a paradox of life. Before get a job or getting the money is a problem. Once money comes, calories is the problem. ജീവിതത്തിന്റെ ഒരു ാണിത്. നമുക്ക് ആദ്യം പണം ഉണ്ടാക്കണം. പണം ഉണ്ടാക്കി കഴിയുമ്പോഴത്തേന് പണം കൂടി കഴിയുമ്പോഴത്തേന് നമ്മുടെ ശരീരത്തിലെ കാലറീസും കൂടിക്കൊണ്ടേയിരിക്കും. And what is the villain in our diet? Carbs, fats and sugar. Actually all are good, but if you take anything in excess, it is always a villain. നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ആഹാരത്തിലെ വില്ലൻ ആരാണ് എന്ന് പറഞ്ഞാൽ കാർബ് അല്ലെങ്കിൽ അമിതമായ കൊഴുപ്പ് അല്ലെങ്കിൽ മധുരം ഏതാണ് ഏറ്റവും നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നതായ വസ്തുത? And sometimes we have the temptation in the home also, not just only going out at restaurant and going for a party. In the home also you get tempted. So how to avoid this? Number one, keep healthy staples on hand and make a file of healthy recipes and keep tempting foods out of sight and keep healthy foods visible and readily available. Determine portion sizes ahead of your time. നമ്മൾ ആഹാരത്തിനോടുള്ള കൊതി എങ്ങനെ നമുക്ക് മാറ്റുവാൻ കഴിയും എന്ന് പറയുന്നത്, നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ആരോഗ്യകരമായ ആഹാരം നമ്മുടെ കണ്ണിന് മുൻപിൽ വെക്കുക, നമ്മുടെ കൈകളുടെ ചുറ്റും വെക്കുക. പിന്നെ നമ്മൾ ആരോഗ്യകരമായ പാചക രീതികൾ കാണുക, അത് അങ്ങനെ പാചകം ചെയ്യുക. അതേപോലെ കൊതി വരുന്നതായ ആഹാരം നമ്മുടെ കണ്ണിന് മുമ്പിൽ നിന്ന് മാറ്റിവെക്കുക. അതേപോലെ ആരോഗ്യകരമായ ആഹാരം കഴിക്കാനും അത് ഈസി ആയിട്ട് നമുക്ക് ലഭിക്കുവാനും നമ്മൾ നോക്കുക. എന്നിട്ട് നമ്മൾ കഴിക്കുന്ന ആഹാരം എത്ര കഴിക്കണം എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ തീരുമാനിക്കുക. And what you require is you don't require any fillers, additives, excessive amounts of sugars, fats, salts and other measures taken to taint the natural goodness of real food. What you require is a good natural things. We don't want any additional extras. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നമ്മൾ പുറമേ ഉള്ള മറ്റ് കളറുകള്, സെഡേറ്റീവ്സ്, എക്സസീവ് കൂടുതലായിട്ടുള്ള പഞ്ചസാര, കൊഴുപ്പ്, ഉപ്പ് അങ്ങനത്തെ കാര്യങ്ങൾ ചേർക്കാതെ അതുകൊണ്ട് നമുക്ക് നാച്ചുറൽ ആയിട്ട് ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ആഹാരങ്ങൾ, പച്ചക്കറികൾ, പഴങ്ങൾ കഴിക്കാനാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. അതാണ് നമ്മുടെ ശരീരത്തിന് ആരോഗ്യകരമായത്. When you dining out, eating always mindfully is very important. Mindfully means consciously. Don't go to a restaurant, a wedding or birthday party on an empty stomach. Eat regularly during the day in order not to be hungry by the evening and not overeat before going to bed or for a dinner. നമ്മൾ പുറത്ത് പോയി കഴിക്കുമ്പോൾ, റെസ്റ്റോറന്റിൽ പോയി കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പാർട്ടിയിലോ ഒരു കല്യാണത്തിന് വിവാഹത്തിന് പോയി കഴിക്കുമ്പോൾ നമ്മൾ ദിവസം മുഴുവൻ പട്ടിണി ഇരുന്നുകൊണ്ട് അവിടെ ചെന്ന് ഒന്നും കഴിക്കാതെ പോയി ഇരുന്നുകൊണ്ട് വൈകുന്നേരം ആകുമ്പോഴത്തേന് വിശപ്പ് കൂടി നമുക്ക് കൈ കിട്ടുന്ന എല്ലാം കൂടെ വലിച്ചു വാരി കഴിക്കാതെ ഇരിക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിക്കണം. ദിവസം മുഴുവൻ നമ്മൾ കഴിച്ചിട്ട് നോർമലായി പോയി അവിടെ കഴിക്കുവാണെങ്കിൽ നമുക്ക് തൃപ്തികരമായി, നമുക്ക് കോൺഷ്യസ്, നമ്മൾ ചിന്താബോധത്തോടു കൂടെ നമ്മൾ കഴിക്കുവാണെങ്കിൽ നമുക്ക് ആരോഗ്യകരമായി കഴിക്കാൻ കഴിയും. And at a restaurant parties, first of all, ask the waiter to take away the bread and bring water. Don't entertain any like a lot of starters, like papads and lot of snacks. Like we don't want that kind of starters to actually spoil our entire dinner. So make it a rule to start with salads rather than going for a spicy food and high calorie and oily kind of food. നമ്മൾ ഒരു റെസ്റ്റോറന്റിലോ അല്ല പാർട്ടിയിലോ കഴിക്കാൻ പോകുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ ബ്രെഡ്,
അങ്ങനത്തെ ഉള്ളതായ റൊട്ടി അങ്ങനത്തെ ഉള്ള സാധനങ്ങൾ മാറ്റിയിട്ട് നമ്മൾ സാലഡ്സ് അല്ലെങ്കിൽ പച്ചക്കറികൾ അവിടെ മുറിച്ച് വെച്ചിരിക്കുന്ന അങ്ങനത്തെ ആഹാരം കഴിക്കാൻ അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ അവരോട് വെയിറ്റർമാരോട് പറഞ്ഞ് നമ്മൾ ആദ്യം അങ്ങനെയുള്ള ആഹാരം കഴിക്കാനാണ് തൃപ്തി, അല്ലെങ്കിൽ പപ്പടം അങ്ങനത്തെ വറുത്തതായ ആഹാരം കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. Study the menu card and plan properly what you are going to eat it. You study in a such a way that calories are are less and nutrition is dense. നമ്മൾ ഒരു ഹോട്ടലിൽ ചെല്ലുമ്പോൾ അല്ലെ റെസ്റ്റോറന്റിൽ ചെല്ലുമ്പോൾ ആദ്യം മെനു കാർഡ് നോക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള വിഭവങ്ങൾ എന്താ, നമ്മൾ ചിന്താബോധം നോക്കി അതിനകത്ത് എത്രമാത്രം കാലറീസ് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ എത്ര കാർബ്സ് ഉണ്ട്, മധുരമുണ്ട്, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചിന്തിച്ചിട്ട് ചിന്താപൂർവ്വം നമ്മൾ ആഹാരം ഓർഡർ ചെയ്യണം. And there are a lot of choices available outside in the restaurants. You can see these menus, but you should see mindful of what is that going to happen after eating. So what is that it is going to break down and convert into as a sugar or amino acid, that is protein, or good fat, or vitamins and minerals. How will this food is going to convert into and end up in making us what, fat or healthy, what kind of the end result is going to happen. So study that proper choices available and accordingly take a decision. നമ്മൾ പുറത്തു പോയി കഴിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ പല വിധത്തിലെ വിഭവങ്ങൾ കാണും, പല വിധത്തിലെ ആഹാരങ്ങൾ കാണും. അത് നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ തീരുമാനിക്കണം ഈ ആഹാരം കഴിക്കുമ്പോൾ അതിൻ്റെതായ എന്താണ് എനിക്ക് അതിൻ്റെതായ റിസൾട്ട്. ഞാൻ മധുരം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ കാർബ്സ് കഴിക്കുമ്പോൾ, റൊട്ടി കഴിക്കുമ്പോൾ, ബ്രെഡ് കഴിക്കുമ്പോൾ, ഇങ്ങനെയുള്ള വാർത്ത കോരിയ ആഹാരങ്ങൾ കഴിക്കുമ്പോൾ ഞാൻ അതിൻ്റെതായ എഫക്ട് എന്തുവാണ് എന്റെ ശരീരത്തിൽ, എങ്ങനെയാണ് അത് ഉണ്ടാകാൻ പോകുന്നതെന്നുള്ള ചിന്താപൂർവ്വം നമ്മൾ അത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ആരോഗ്യകരമായി വെളിയിൽ പോയി കഴിക്കാൻ കഴിയും. And during the dinner, eat dinner as early as possible, before the sunset. That's what scientists say. At least 2 hours before going to bed. Try to avoid too much sugars, carbohydrates in the night time dinner. Try not to make this as our main meal. Dinner cannot be main meal. Lunch can be your main meal. Chew properly also. നമ്മുടെ ശാസ്ത്രം പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ രാത്രി ഭക്ഷണം നമ്മൾ കഴിക്കുന്ന അത്താഴം അത് നമ്മൾ കിടക്കയിൽ പോകുന്നത് നമ്മൾ വിശ്രമിക്കുന്നതിന് 2 മണിക്കൂർ മുമ്പാണ് നമ്മൾ കഴിക്കേണ്ടത്. രാത്രികളിൽ നമ്മൾ കൂടുതലായിട്ടും കാർബോഹൈഡ്രേറ്റ് അത് കഴിക്കാതിരിക്കാൻ ശ്രമിക്കണം. അതേപോലെ നമ്മൾ കൂടുതൽ ആഹാരം രാത്രി കഴിക്കാതെ ഉച്ചഭക്ഷണം നമുക്ക് ഇച്ചിരി അല്പം കൂടുതൽ കഴിച്ചാലും കുഴപ്പമില്ല. നമ്മൾ കഴിക്കുന്ന ആഹാരം അത് നല്ലവണ്ണം ചവച്ച് ഇറക്കി കഴിക്കാൻ വേണ്ടി ശ്രമിക്കണം. And by looking at the unhealthy dishes you can make out when you go to party or when you go to big function, stop going to fast food snack bars with low quality high calorie food. By looking at you can make out, and you can see this MSG, monosodium glutamate burgers, aspartame, and these are the aerated drinks make you fat. So look at this, be careful about stopping at the fast food counters. നമ്മൾ പല പ്രോഗ്രാമുകളിലും അല്ലെ കല്യാണത്തിലൊക്കെ വിരുന്നിലൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാം ഈ കൂടുതൽ വറുത്ത് കോരിയ ആഹാരങ്ങൾ ഇങ്ങനെ ഫാസ്റ്റ് ഫുഡ് ആയിട്ടുള്ളത്, അതിനകത്ത് ഈ MSG ചേർത്തിട്ടുള്ള ആഹാരങ്ങൾ കാണാം, വറുത്ത് കോരിയ ആഹാരങ്ങൾ. അങ്ങനെയുള്ള ആഹാരം കണ്ണിന് ആകർഷകമായ ആഹാരം കഴിക്കാതെ വേണം നമുക്ക് ആരോഗ്യകരമായ ആഹാരം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് ശരിയായ വേണം നമ്മുടെ ശരീരത്തിനെ അത് സഹായിക്കുന്നതാണ്. And spotting high sodium foods, be careful about high salt and high chemicals. They add lot of salts. In particular, certain things like in the sauces also they add a lot of sodium. In our foods, they add a lot of chilies and a lot of sauces like teriyaki sauce and cocktail sauces, soy sauce, and they add a lot of MSG in that. MSG, monosodium glutamate, actually makes you tempting, tasty food or Chinese salt, Ajinomoto. So those are actually tempting. So they actually causes a lot of problems like migraine, headaches, and hypertension and all that. So be careful about the salt content also, and particularly high sodium foods. അതേപോലെ നമ്മൾ പുറത്തു പോയി കഴിക്കുമ്പോൾ ഈ കൂടുതൽ ഉപ്പുള്ള ആഹാരങ്ങൾ നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കണം. അതേ റെസ്റ്റോറന്റിൽ പോവുകയാണെങ്കിൽ ഈ കൂടുതൽ ഈ ഉപ്പ് വെച്ച ആഹാരം, സോസസ്, കോക്ടെയിൽ സോസ്, സോയസ്, ഇതിലൊക്കെ ഓൾറെഡി അതിനകത്ത് വളരെയധികം ഉപ്പിന്റെ അംശമുണ്ട്, മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് ഉണ്ട്. അതിന്റെ കാരണം എന്തെന്ന് വെച്ചാൽ മോണോസോഡിയം കഴിക്കുമ്പോൾ നമുക്ക് കൂടുതൽ കഴിക്കണം എന്നുള്ളൊരു ഇങ്ങനെ കൊതി വന്നുകൊണ്ടേയിരിക്കും. എപ്പോഴും അത് നമുക്ക് നമ്മുടെ നാവിന് അതൊരു രുചികരമായി തീരും, നമുക്കത് കൂടുതൽ കഴിക്കണം എന്ന് തോന്നും. പക്ഷെ നമ്മുടെ ശരീരത്തിനത് ഹാനികരമാണ്. അതേപോലെ സോയ സോസിലും കൂടുതൽ ഉപ്പുണ്ട്, അതും ഒഴിവാക്കാൻ നമ്മൾ ശ്രമിക്കണം. And don't be afraid to ask the waiter or the chef, sir, what is this made up of? Can I make like this? You can always ask because you are paying for it. So you can always ask
You know, what is that made up of? You can also ask, can you remove this butter? Can you make this, you know, add more salads, something like that, so that you can make yourself healthy. നമ്മൾ പുറത്ത് പോയി റെസ്റ്റോറന്റിൽ കഴിക്കുമ്പോൾ നമ്മൾ ഷെഫിനോടോ വെയിറ്ററിനോടോ നമ്മൾ ചോദിക്കാൻ മടിക്കരുത്. ഇതിനകത്ത് എന്തൊക്കെയാ ചേരുവകൾ ഉള്ളത്, ഇതിനകത്ത് കൂടുതൽ അല്ലെ ഉപ്പോ ബട്ടറോ ഉണ്ടെങ്കിൽ അത് മാറ്റുക, എനിക്ക് ഇന്ന രീതിയിൽ എനിക്ക് സലാഡ് ആഡ് ചെയ്യുക, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ വെയിറ്ററിനോട് ചോദിക്കാൻ മടിക്കരുത്. എന്തുകൊണ്ട് വെച്ചാൽ നമ്മൾ പണം കൊടുത്താണ് നമ്മൾ ആഹാരം കഴിക്കുന്നത് പുറത്ത് പോയി. And don't eat crap, that is carbonated drinks, refined sugars, artificial foods and processed foods. ക്രാപ്പ് എന്ന് പറഞ്ഞുള്ള ആഹാരം കഴിക്കാതിരിക്കാൻ ശ്രമിക്കണം. എന്ന് വെച്ചാൽ കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, അതായത് ഈ സോഡ ഉള്ള ഡ്രിങ്ക്സ്, ഷുഗർ എന്ന് പറഞ്ഞാൽ മധുരം, ആർട്ടിഫിഷ്യൽ കളറും മറ്റ് സോസസും കഴിക്കാതിരിക്കുന്നു. അതേപോലെ പ്രോസസ്ഡ്, ഈ പാക്കറ്റ് വരുന്നത് നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആഹാരങ്ങൾ ഒഴിവാക്കാൻ നമ്മൾ ശ്രമിക്കണം. Eat like your life depends on it, because really it does depend on it. നമ്മൾ എങ്ങനെ കഴിക്കുന്നത് വെച്ചാൽ നമ്മുടെ ജീവിതം ഈ ഒരു നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്റെ ആ ഒരു ഇതിലാണ് നമ്മുടെ ജീവിതം ബാധിച്ചിരിക്കുന്നത്. ആ ഒരു രീതിയിൽ വേണം നമ്മൾ കഴിക്കാൻ. Eating well is a form of self-respect. It gives a lot of self-confidence. So eat well, rightfully. നമ്മൾ ശരിയായ രീതിയിൽ കഴിക്കുന്നതാണെങ്കിൽ നമുക്ക് ശരീരത്തിന് നമ്മുടെ മാനസികമായിട്ട് നമുക്കൊരു റെസ്പെക്ട് കിട്ടുന്ന ആ ഒരു നമുക്കൊരു ഉത്തേജനം, നമുക്കൊരു കോൺഫിഡൻസ് കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ കഴിക്കാൻ. What you eat in private, you'll actually wear in public. You know, in secret, if you eat it, you know, it ends up in tummy, and it also ends up in bad skin. So be careful about what you eat in secret. നമ്മൾ വീട്ടിൽ ആരും കാണാതെ കഴിക്കുന്ന ആഹാരങ്ങൾ നമ്മളത് പുറമെ എല്ലാവരും അത് നമ്മുടെ ശാരീരിക രീതി അത് കാണാൻ ഇടയാകും. അതുകൊണ്ട് നമ്മൾ എന്ത് സീക്രട്ട് ആയിട്ട് കഴിക്കുന്നു അത് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ അത് പ്രദർശിപ്പിക്കും. നമ്മൾ വീട്ടിൽ എന്ത് കഴിക്കുന്നു അത് നമുക്ക് വണ്ണം കൂടുകയോ കുറയോ അത് വെളിയിൽ കാണുവാൻ ഇടയാവും. In South Indian, you know, we have a lot of rice items, a lot of roti items. So all these are basically carbohydrates. So be careful about, you know, fried rice, yellow rice, tamarind rice, chicken rice, you know, dal rice, curd rice, so many rice items. So be careful, all are rices only. And ultimately at the end of the day, it's a rice. Idli, those are all rice only, carbohydrates. So at the end of the day, they break down into glucose only. They're basically sugars or carbohydrates. So be watchful about what you eat, and it ends up in what? നമ്മൾ കഴിക്കുന്ന ആഹാരം, പ്രത്യേകിച്ച് ദക്ഷിണ ഭാരതത്തിൽ നമ്മൾ ഒത്തിരി ചോറ് ആഹാരങ്ങൾ കഴിക്കുന്നത് പറഞ്ഞാൽ അങ്ങനെ പുളിച്ചോറ്, നമ്മൾ ടൊമാറ്റോ ചോറ്, ഫ്രൈഡ് റൈസ്, അങ്ങനെ പല രീതിയിൽ എല്ലാം കഴിക്കുന്നത് ചോറ് തന്നെയാണ്. പക്ഷെ അതെല്ലാം കാർബോഹൈഡ്രേറ്റ്സ് ആണ്. കാർബോഹൈഡ്രേറ്റ്സ് പിന്നെ അത് ബ്രേക്ക് ഡൗൺ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ഉള്ളിൽ അത് ആഗിരണം ചെയ്തു കഴിഞ്ഞാൽ അത് ഷുഗറായിട്ട്, അത് മധുരമായിട്ട് നമ്മുടെ ശരീരത്തിൽ അത് ഇത് പ്രവഹിക്കാനിടയാം. അപ്പൊ നമ്മൾ അത് എത്രയും ഒഴിവാക്കാമോ അത്രയും നല്ലതാണ്. And when you go to restaurants or any parties, be careful about what you eat. Like, you know, don't eat baked, you know, don't go for fried items. Then instead, whatever is written like this, you can eat like steamed, pressure cooked, grilled, stewed, boiled or baked. You know, baked, boiled and grilled and poached, roasted, steamed, they are very okay. Okay. So be careful about what you are eating, and don't take creamy, au gratin and fried and salted, you know, stuffed. If these are the items written, crispy, fried, creamy, stuffed and salted, don't take it. നമ്മൾ പുറത്ത് പോയി കഴിക്കുമ്പോൾ നമ്മൾ കൂടുതൽ വറുത്ത് കോരിയ ആഹാരങ്ങൾ, ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കാൻ ശ്രമിക്കണം. അതേസമയത്ത് നമ്മൾ ഏത് രീതിയിലുള്ള ആഹാരമാണ് കഴിക്കേണ്ടത്, ആവിയിൽ വെച്ച ആഹാരം, കുക്കറിൽ ഉണ്ടാക്കിയ ആഹാരം, ഗ്രിൽ ചെയ്തതായ ആഹാരം, അതേപോലെ സ്റ്റൂ ഉണ്ടാക്കിയത്, അങ്ങനെ ബോയിൽ ചെയ്തതും ബേക്ക് ചെയ്തതുമായ ആഹാരം എടുക്കുകയാണെങ്കിൽ അത് നമുക്ക് ശരീരത്തിന് വളരെ പ്രയോജനകരമാവും. അതേ സമയത്ത് ക്രീമി ആയിട്ടുള്ള ആഹാരങ്ങൾ, കറീസ് എടുക്കാതെ വണ്ണം നമുക്ക് ആവിയിൽ ഉണ്ടാക്കി അല്ലെ റോസ്റ്റ് ചെയ്ത് ഗ്രിൽ ചെയ്ത ആഹാരം കഴിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് മാംസം കഴിക്കുകയാണെങ്കിൽ അത് ആരോഗ്യകരമായി തീരും. So now you understand the ways of cooking also important. So these black grill marks, particularly for chicken or some vegetables like steak and veggies, they make grill mark, you know, black color. That actually looks mouth watering, but that's where the hazardous byproduct, you know, of grilling is most likely to be found. So there, I don't use that, you know, eat that kind of very high temperature, you know, grilled foods. So focus on using low temperature cooking methods like baking, roasting and stewing. നമ്മൾ പാചകം ചെയ്യുന്ന രീതിയിലും വളരെയധികം വ്യത്യാസം വരുത്തേണ്ട ആവശ്യമാണ്. നമ്മൾ പലയിടത്തും പോയി കാണുമ്പോൾ ഈ ഗ്രില്ല് ചെയ്യുമ്പോൾ അതിന്റെ മേളിൽ ഈ കറുത്ത മാർക്ക് കാണാൻ, ലൈൻസ് കാണാൻ, അത്
ഓരോ ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ച് മാംസത്തിലും മീറ്റിലും വെജിറ്റബിൾസിലും അത് നമ്മൾ അങ്ങനത്തെ ആഹാരം ഒഴിവാക്കാൻ ശ്രമിക്കണം. അതേ സമയത്ത് ചെറിയ തീയിൽ, ചെറിയ ടെമ്പറേച്ചറിൽ ആഹാരം പാചകം ചെയ്യുക, അതേ സമയം ബേക്കിംഗ്, റോസ്റ്റിംഗ്, സ്റ്റൂയിങ് എന്ന് പറയുന്ന അങ്ങനത്തെ രീതിയിൽ അങ്ങനത്തെ ആഹാരം കഴിക്കുന്നത് നമുക്ക് ശരീരത്തിന് വളരെയധികം പ്രയോജനകരമാണ്. Again, one more time, I am showing you this side, and these are the skip. You shouldn't take it. Right side, you are supposed to take it. Fried, don't take it. Battered, don't take it. Gravy and all. Buttery, don't want. Creamy, crispy, cheesy, thick, breaded, smoothed, glazed. These are the two, if the names are there with this, better to avoid. Then what to pick it? Broiled, steamed, blackened, baked, roasted, spicy, light, fresh, grilled, sauteed. These are okay, good to take it. നമ്മൾ പുറത്ത് പോയി കഴിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഒരു ബൊഫേലോ റെസ്റ്റോറന്റിൽ പോയി കഴിക്കുമ്പോൾ ഇങ്ങനെയുള്ള 2 തരത്തിലെ ആഹാരങ്ങൾ അവിടെ കാണും. ഫ്രൈഡ് എന്ന് പറഞ്ഞാൽ കൂടുതൽ വറുത്തത്, കൂടുതൽ മാവിൽ മുക്കി വറുത്തത്, ബട്ടറായിട്ട് കൂടുതൽ കൊഴുപ്പുള്ളത്, ക്രീമി ആയിട്ട്, കടിക്കാൻ നല്ല ക്രിസ്പി ആയിട്ടുള്ളത്, അങ്ങനെ ചീസ് കൂടുതൽ ഇട്ടത്, വളരെ തിക്കായിട്ടുള്ള ഗ്രേവി ഉള്ളത്, അങ്ങനെ പല രീതിയിൽ ഉള്ള ആഹാരങ്ങൾ അതൊന്നും എടുക്കാതെ വേണം ഈ വലത്തുവശത്ത് കാണുന്നത് ബോയിൽ ചെയ്തത്, അല്ലെ ആവിയിൽ ഉണ്ടാക്കിയത്, ബേക്ക് ചെയ്തത്, റോസ്റ്റ് ചെയ്തത് എന്ന് പറഞ്ഞാൽ അതിന്റെ എല്ലാം കൊഴുപ്പ് മാറ്റി കഴിഞ്ഞ് നമ്മൾ കഴിക്കുന്നത് ലൈറ്റ്, ചെറിയ സ്പൈസ് ഉള്ളതും ലൈറ്റും ഫ്രഷ് ആയിട്ട് ഗ്രില്ലായിട്ടുള്ളതും ആഹാരങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. And try to remove that skin. In the chicken, you like how you eat the skinless chicken. So that's why broiled instead of fried. Go for broiled items, broiled chicken instead of fried. So same way, low fat milk is preferably better than the full fat milk. And instead of coffee, coffee with the cream, you can always go for tea or light tea, something like that. അതേസമയം നമ്മൾ കൊഴുപ്പ് എങ്ങനെ ഒഴിവാക്കണം? നമ്മൾ ചിക്കൻ വാങ്ങിക്കുമ്പോൾ അതിൻ്റെതായ തൊലി, അതിന്റെ സ്കിൻ മാറ്റി കഴിഞ്ഞാൽ അതിനെ കൂടുതൽ വേവിച്ച് കഴിക്കുന്നതാണ് നല്ലത്. അല്ല, കൂടുതൽ വറക്കാതെ വേണം, എണ്ണയിൽ മുക്കി വറക്കാതെ വേണം നമ്മൾ വേവിച്ച് കഴിക്കുന്നത്. അത് ആരോഗ്യത്തിന് നല്ലതാണ്. അതേപോലെ പാലും കൂടുതൽ കൊഴുപ്പില്ലാത്ത ലോ ഫാറ്റ്, വളരെ കുറച്ച് കൊഴുപ്പുള്ള പാല് യൂസ് ചെയ്യാതെ കാപ്പിയും ചായ ഉണ്ടാക്കുമ്പോൾ പാലിന് പകരം നമ്മൾ വെറും ലൈറ്റ് ആയിട്ടുള്ള ചായ കുടിക്കുകയാണെങ്കിൽ ആരോഗ്യമാണ്. And avoid fried foods and added cheese. Certain things like they'll add additional cheese, so don't take additional cheese, because additionally cheese actually gives more calories and also adds more cholesterol. അതേപോലെ ചിലർ ആഹാരം റെസ്റ്റോറന്റിൽ കഴിക്കുമ്പോൾ കൂടുതൽ എക്സ്ട്രാ ചീസ് ഇട്ട് ഓരോ ആഹാരങ്ങൾ അവരോട് ഓർഡർ ചെയ്യുന്നതാണ്. അങ്ങനെയുള്ള ആഹാരങ്ങൾ നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കണം. അതേപോലെ വറുത്ത് കോരിയ ആഹാരം, അതും ഫ്രൈസും അവോയ്ഡ് ചെയ്യാൻ നോക്കണം. Ocean caught fish is always good for heart and other health, for major health issues, but also it also has a lot of calories. So you can eat ocean caught fish like salmon, tuna, mackerel, sardines, like that, but it should be eaten in moderation. അതേപോലെ നമ്മൾ സമുദ്രത്തിൽ നിന്ന് പിടിച്ചിരിക്കുന്ന മീൻ നമ്മുടെ ശരീരത്തിന്, നമ്മുടെ ഹൃദയത്തിന് നല്ലതാണ്, ഹൃദയരോഗത്തിനൊക്കെ നല്ലതാണ്. അതിനകത്ത് omega-3 ഫാറ്റി ആസിഡ്സ് ഉള്ളതാണ് മീനിനകത്ത്. അതെന്ന് പറഞ്ഞാൽ സാൽമൺ, ഈ ചൂരമീൻ, അങ്ങനത്തേതായ മീൻ വളരെയധികം ആരോഗ്യത്തിന് നല്ലതാണ്. പക്ഷെ അത് അമിതമായി കൂടുതലായി കഴിക്കാതെ അത് നമ്മളൊരു സമീകരണമായി കഴിക്കുവാണെങ്കിൽ അത് ആരോഗ്യത്തിന് നല്ലതാണ്. And there are some good fats also, like foods are there which are good in good fats like monos unsaturated fatty acids and polyunsaturated fatty acids. Actually, like olive oils and avocado and some nuts and seeds, they are very good. So better to go for a healthy fats rather than bad fats. അതേപോലെ കൊഴുപ്പ്, നല്ലതായ രീതിയിലുള്ള കൊഴുപ്പുണ്ട്. അതായത് മോണോസാച്ചുറേറ്റഡ് ഫാറ്റ്സ് എന്ന് പറയുന്നത് അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഫാറ്റ് കൊഴുപ്പാണ്. അതെന്ന് പറഞ്ഞാൽ ചില ആഹാര വസ്തുവിൽ നമുക്ക് ലഭിക്കും. ഓലിവ് ഓയിലിനകത്ത്, ധാന്യത്തിന്റെ ബട്ടറിനകത്ത് നമുക്ക് ലഭിക്കുന്നതാണ്. അതൊക്കെ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. അത് നമ്മുടെ കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ ഇടയാക്കും. അതേപോലെ തന്നെ ചില മത്സ്യങ്ങളിലും ചില വെജിറ്റബിൾ ഓയിലുകളിലും എണ്ണകളിലും നമുക്കത് ലഭ്യമാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ആഹാരം എടുക്കുന്നത് നല്ലതാണ്. And if they are not giving you that, they don't have any substitute, then instead of going for the regular chicken, you can always ask them, can you please remove the skin over the chicken? And you can also ask them, can you remove the butter over this part? So they'll remove and give it to you. Likewise, if they say coffee with the cream, that's only available, then you can say, so I don't want coffee with the cream, can you get for me the tea? So light tea. So those are like healthy substitutes, always better rather than compromising on the fatty stuff.
ഓക്കെ. അപ്പം നമ്മൾ എവിടെയെങ്കിലും കഴിക്കാൻ പോകുമ്പോൾ നമ്മൾ ഇപ്പൊ കൂടുതൽ എണ്ണയുള്ള സാധനങ്ങൾ കാണുവാണെങ്കിൽ നമ്മൾ വെയിറ്റർമാരോട് പറയും നമുക്ക് ഇത്രയും എണ്ണ വേണ്ട, ഈ ഒരു എണ്ണ മാറ്റിയിട്ട് നമുക്ക് തരാൻ പറ്റുമോ? അല്ലെങ്കിൽ ഈ ചിക്കന്റെ സ്കിന്ന് അതിന്റെ തൊലി മാറ്റി കൊഴുപ്പ് മാറ്റിയിട്ട് നമുക്ക് കഴിക്കാൻ നമുക്ക് പറയാം. അതേപോലെ നമ്മുടെ ആഹാരത്തിൽ നിന്ന് ബട്ടർ മാറ്റിയിട്ട് ഈ ആഹാരത്തിൽ നിന്ന് ബട്ടർ ഇച്ചിരി കുറച്ച് എനിക്ക് ഓർഡർ അങ്ങനെ ചെയ്യാം. അതേപോലെ കോഫിയിൽ ക്രീം ഇടാതെ വേണം നമുക്ക് വെറുതെ ലൈറ്റ് ടീ ആയിട്ട് വേണേ നമുക്ക് കുടിക്കാം. അത് അങ്ങനെ എടുക്കുവാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. Beware of the buffet. When you go to buffets always will be tempting because different kind of varieties, but research shows that when given such a wide varieties choices, we can eat twice as much, so end up in higher increase in the fat. So be careful about the buffet. നമ്മള് ബഫേ കഴിക്കാൻ പുറത്ത് പോകുമ്പോൾ ഏതെങ്കിലും പാർട്ടിയിലോ പ്രോഗ്രാമിലോ പോകുമ്പോൾ നമ്മൾ അങ്ങനെ അത് വളരെ കൊതികരമായ രീതിയിലായിരിക്കും നമ്മുടെ മുമ്പിൽ ആഹാരം പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിക്കുന്നേക്കായി കൂടുതൽ രണ്ട് തവണ കൂടുതൽ നമ്മൾ കഴിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ കൂടുതൽ അമിതമായി ആഹാരം കഴിക്കും. അങ്ങനെ കഴിക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. And don't order large portions. If you want to order, taste something, order one portion for 2 people. Try to share. അതേസമയം നമ്മൾ പോയി എന്തെങ്കിലും റെസ്റ്റോറന്റിൽ പോയി ആഹാരം ഓർഡർ ചെയ്യുമ്പോൾ വലിയ പോർഷൻ ഓർഡർ ചെയ്യാതാണ്. ഒരു പ്ലേറ്റ് ഓർഡർ ചെയ്തിട്ട് 2 പേര് അതിനെ ഷെയർ ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് അധികം കഴിക്കാതെ വേണം നമുക്ക് ആവശ്യമുള്ള അത്രയും മാത്രം കഴിക്കാനിടയാകും. And beware of the complimentaries like hotel breakfast. Whenever they give you free, people lose the sense of proportion. They lose their the consciousness. They stuff themselves. So even if it is free, but be careful. Eat responsibly and eat mindfully. അതേസമയം നമ്മൾ ചില ഹോട്ടലുകളിലൊക്കെ പോകുമ്പോൾ അവർ കോംപ്ലിമെന്ററി ആയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ആയിട്ട് തരും, പ്രഭാത ഭക്ഷണം. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഫ്രീ എന്ത് കിട്ടിയെന്ന് പറഞ്ഞ് നമ്മളെല്ലാം വലിച്ചു വാരി തിന്നേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാം ഒരു ലിമിറ്റ് വെച്ച് നമ്മുടെ ചിന്താബോധത്തോടു കൂടെ നമ്മൾ കഴിക്കുവാണെങ്കിൽ നമുക്ക് ആരോഗ്യകരമായി ഇരിക്കാൻ കഴിയും. And keep away from breaded, fried foods, cream sauces, mayonnaise, butter, French fries, foods in batter and gravies. So these are a very dangerous one. Breaded is something like breaded fish. Actually, you can eat the exactly fish. What they do is that fish piece is covered by bread and they try to fry it in the oil. So don't take this breaded and cream sauces, mayonnaise and butter and French fries and batter and gravies and Indian gravies. They're high in calories also. അതേപോലെ നമ്മൾ ഈ ബ്രെഡഡ് ഫ്രൈഡ് ഫുഡ്സ് എന്ന് പറയുന്നത് നമ്മൾ മീനൊക്കെ ബ്രെഡ് പൊടിക്കകത്ത് മുക്കി അത് എണ്ണയ്ക്കകത്ത് വറുത്ത് കോരി എടുക്കുന്നതാണ്. നമുക്ക് മീൻ അല്ലാതെ കഴിക്കാം, പക്ഷെ ഇങ്ങനെ വറുത്ത് കോരി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊഴുപ്പുണ്ടാകും. അതേപോലെ സോസ്, ക്രീം, മയോനീസ്, ബട്ടർ അങ്ങനത്തെ പല രീതിയിൽ ഈ ഫ്രഞ്ച് ഫ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ ഉരുളക്കിഴങ്ങ് വറുത്ത് കോരിയത്. So healthy Chinese food, even in the Chinese, when you go for Chinese, there are അതേപോലെ മറ്റ് ഗ്രേവിയിൽ ഉണ്ടാക്കിയ കറികള്. So there are good Chinese items. There are also bad Chinese items. A lot of good stuff is also there when you go to Chinese. For example, stir-fried seafood, chicken, and vegetable dishes are there. So they are light on the stomach. Go for healthy items even in the Chinese rather than going for a high calorie and high fatty Chinese food. അതേപോലെ നമ്മൾ ചൈനീസ് ആഹാരം കഴിക്കുമ്പോഴും അതിനകത്ത് തന്നെ നല്ലതായ ആഹാരമുണ്ട്, അല്പം നമുക്ക് ശരീരത്തിന് മെച്ചപ്പെടാത്ത ആഹാരമുണ്ട്. അതായത് നമ്മൾ ആവിയിൽ ഉണ്ടാക്കിയ സ്റ്റർ ഫ്രൈഡ് സീ ഫുഡ് ഉണ്ട്, അത് ചിക്കൻ ഉണ്ട്, വെജിറ്റബിൾസ് അതായത് പച്ചക്കറികളുണ്ട്. അതെല്ലാം നമ്മൾ ആവിയിൽ ഉണ്ടാക്കിയ ആഹാരങ്ങൾ അത് വളരെ ചൈനീസ് ആഹാരങ്ങൾ ഹെൽത്തിയാണ്. അതേപോലെ അവരോട് എണ്ണ കുറച്ച്, സോസ് കുറച്ച്, MSG കുറച്ച് ഉണ്ടാക്കാൻ പറയുന്നത്. അങ്ങനെ പറയുന്നതുകൊണ്ട് ഒട്ടും തന്നെ മോശമല്ല. How pizza can be on your diet? Suppose you are supposed to take the pizza. So what to do? So instead of going for a big crust, go for a thin crust, small crust, and add them, pile on vegetable toppings and skip the meat. Ask for an extra sauce and half the cheese. So don't take lots of cheese, very small quantity of cheese, and start with a salad. Stop after 1 or 2 slices. Don't take more. In case you cannot eat more, then take it to the home and give it to your family or friends.
അതേസമയം നമ്മൾ പുറത്ത് പോയി പിസ്സ ഓർഡർ ചെയ്യുവാണെങ്കിൽ എങ്ങനെ കഴിക്കണം എന്ന് നമുക്ക് പറഞ്ഞാല് തിക്ക്, അതായത് കട്ടി കൂടിയ ക്രസ്റ്റ് എടുക്കാതെ വേണം, വളരെ തിന്നായിട്ടുള്ള ഒരു കട്ടി കുറഞ്ഞ ക്രസ്റ്റ് എടുത്ത് അങ്ങനത്തെ പിസ്സ വാങ്ങിക്കുക. അതേപോലെ ഒത്തിരി അതിന്റെ മേളിൽ പച്ചക്കറികളും ടോപ്പിങ്സ് ഇടുക, മാംസം കുറയ്ക്കുക, അതേപോലെ സോസസുകൾ കുറയ്ക്കുക, സോസ് കൂട്ടുക, ചീസ് കുറച്ച് എടുക്കുക, അതേപോലെ സാലഡ് ആദ്യം നമുക്ക് കഴിച്ചിട്ട് പിന്നെ പിസ്സ കഴിക്കാം. എന്നിട്ട് ഒന്നോ രണ്ടോ പീസ് കഴിച്ചിട്ട് നമുക്ക് നിർത്തുക. കൂടുതൽ കഴിക്കാൻ വേണ്ടി വീട്ടിലേക്ക് കൊണ്ടുപോയി നമുക്ക് ബാക്കി കഴിക്കാവുന്നതാണ്. And when you go to fast food, fast food things also, there are good fast food and there's also bad fast food. Fast food is something, because of less time, feel like, quick bites. So don't go for fried fish, jumbo burgers and sandwiches, fried chicken, tacos and French fries, potato chips and milkshakes, cheese and mayonnaise and bacon. Instead, go for grilled chicken, fajita chicken, turkey sandwiches, baked chips, or frozen yogurt or curd. Something lighter on the stomach, at the same time nutritious. നമ്മൾ ഫാസ്റ്റ് ഫുഡ് കഴിക്കുമ്പോഴും അതിനകത്തും നല്ല ആഹാരമുണ്ട്, നമുക്ക് ശരീരത്തിന് പിടിക്കാത്ത ആഹാരമുണ്ട്. അതേപോലെ അതിനകത്ത് നമുക്ക് ഗ്രിൽഡ് ചിക്കനും ടർക്കി സാൻഡ്വിച്ചസും ബേക്ക്ഡ് ചിപ്സും അതേപോലെ ഈ തൈര്, തണുപ്പിച്ച തൈര്, മധുരമുള്ള തൈര്, അതും നമുക്ക് ആരോഗ്യകരമാണ്. അതേസമയം മറ്റ് വലിയ ബർഗറും ഫ്രൈ ചെയ്ത മീനും സാൻഡ്വിച്ചസും അങ്ങനത്തെ ആഹാരം എടുക്കാതിരിക്കാൻ നമ്മൾ മിൽക്ക് ഷേക്സും ചീസും മയോനൈസും എടുക്കാതെ ഇരിക്കാൻ നമ്മൾ ശ്രമിക്കണം. And go for always lean choices, lean cuts, cutting down all the fat content. Go for a seafood, broiled shrimp and oysters. So they are better than the red meat and a lot of fatty stuff. അതേപോലെ ലീൻ ചോയ്സ് നമ്മൾ നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ എങ്ങനെയുള്ള അമിതമായ കൊഴുപ്പില്ലാത്തതായ ആഹാരങ്ങൾ കഴിക്കാൻ നമ്മൾ ശ്രമിക്കണം. നമ്മൾ ഹോട്ടലിൽ പോയി എന്ന് വെച്ചാൽ ബാർബക്യൂ അല്ലെ ഗ്രിൽഡ് ചിക്കൻ, പോട്ട് റോസ്റ്റ്, അങ്ങനെ ലീൻ എന്ന് പറഞ്ഞാൽ ഇത് കൊഴുപ്പ് കുറവുള്ള ആഹാരങ്ങൾ എടുക്കാൻ. അതേപോലെ മീന്, മത്സ്യം, പുഴുങ്ങിയതായ കൊഞ്ച്, ഓയിസ്റ്റർ അങ്ങനത്തേതായ ആഹാരങ്ങൾ, ഷെല്ലുള്ള ആഹാരങ്ങൾ കഴിക്കാൻ അല്ലെ മത്സ്യം കഴിക്കാൻ നമ്മൾ ശ്രമിക്കണം. So even in Indian food, we have a lot of choices actually. So you can always go for tandoori meats, vegetable or dal curries and shishi kebabs. South Indian food offers us spicy vegetarian dishes like cauliflower and peas and tomatoes and eggplant, lentils, rice and chutneys. Whereas don't take samosas and creamy curries. Gravies, Indian gravies have a lot of some fat and sometimes ghee, clarified butter, coconut oils and milk. So be careful about menu and go through and eat it. നമ്മുടെ ഇന്ത്യൻ ആഹാരങ്ങളിലും പലതരത്തിലെ ആഹാരമുണ്ട്, വളരെ കൊഴുപ്പ് കൂടിയ ആഹാരങ്ങളുണ്ട്. അതേസമയം പറഞ്ഞാൽ സമോസ, ക്രീം ഉള്ളതായ കറികൾ, ഗ്രേവീസ്, അതിനകത്തൊക്കെ ഒത്തിരി ക്രീമും ഫാറ്റും കൊഴുപ്പും ഉണ്ട്. തേങ്ങാപ്പാല്, പാല് അങ്ങനെ ഒഴിച്ച് അങ്ങനെ ഉണ്ടാക്കുന്ന കറികളുണ്ട്. അങ്ങനത്തെ കറികൾ ഒഴിവാക്കിയിട്ട് തന്തൂരി മാംസം അല്ലെങ്കിൽ മത്സ്യം, ദാല്, അങ്ങനെ കബാബ്സ് എന്ന് പറഞ്ഞാൽ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എടുക്കുന്ന വലിയ തീയുടെ മേളിൽ റോസ്റ്റ് ചെയ്ത ആഹാരം എടുക്കുവാണെങ്കിൽ, പച്ചക്കറിയിൽ കോളിഫ്ലവർ, പട്ടാണി, ടൊമാറ്റോ, വഴുതനങ്ങ, അങ്ങനെ റൈസ്, നമ്മുടെ ചോറ്, ചട്നി, അങ്ങനത്തെ ആഹാരം എടുക്കുവാണെങ്കിൽ നമുക്ക് ആരോഗ്യകരമായി കഴിക്കാൻ പറ്റും. And the Mexican, if suppose you choose the Mexican food, Mexican restaurants, then don't go for chips and fried tacos and refried beans. And they are loaded with a lot of saturated fat and sodium. And whereas you can actually go for black bean soup or grilled shrimp and shrimp or fish, grilled items, fresh salsa, these are very good. Instead of going for a high calorie one, go always choose the right stuff. അതേപോലെ നമ്മൾ മെക്സിക്കൻ ആഹാരം കഴിക്കാൻ മെക്സിക്കൻ റെസ്റ്റോറന്റിൽ പോവുകയാണെങ്കിൽ നമുക്ക് നല്ലതായ ഒരു ആഹാരം അതിനകത്ത് നമുക്ക് ചൂസ് ചെയ്യണം. അതെന്ന് പറഞ്ഞാൽ കറുത്ത പയറിന്റെ സൂപ്പ്, കൊഞ്ച്, ഗ്രിൽ ചെയ്തതായ കൊഞ്ച്, ചിക്കന്, അങ്ങനെ പല വിധത്തിലുള്ള ആഹാരം അവിടെയുമുണ്ട്. അങ്ങനെയുള്ള ആഹാരം നമ്മൾ കഴിക്കാൻ ശ്രമിക്കണം. അല്ലാതെ ഈ കൂടുതൽ വറുത്തതായിട്ടുള്ള ചിപ്സും ഫ്രൈഡ് ബീൻസും അങ്ങനെ എടുക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഉപ്പും കൊഴുപ്പും ഇല്ലാത്ത ആഹാരം. And when you go to Italian usually they have very nice olives and usually they have a lot of cheese and pastas, creamy cheesy sauces, they're all there. So don't take them. Okay, then what should I take? You always can take light sauces like take a wine is also there. In the wine, red wine is better in case you want to go for alcohol, and you can go for marinara, like, a lot of vegetable based like tomatoes, onions and garlic or clam sauce.
So like minestrone starters are there, heart healthy, wine, and these are okay instead of going for fatty and cheesy and creamy, those kind of pastas. അതേപോലെ നമ്മൾ ഇറ്റാലിയൻ ആഹാരം കഴിക്കുവാണെങ്കിൽ ഇറ്റാലിയൻ ആഹാരത്തിനകത്ത് ഒത്തിരി പാസ്തയും ഉണ്ട്. അതിനകത്ത് കൂടുതൽ ക്രീം തൊട്ട് ചീസ് ഉണ്ടാക്കിയിട്ടാണ് അവരുണ്ടാക്കുന്നത്. അതേപോലെ ആ ആഹാരങ്ങൾ നമ്മൾ ഒഴിവാക്കി നമുക്ക് ലൈറ്റ് ചെറുതായിട്ടുള്ള സോസസുകൾ ഉണ്ടാക്കിയ ആഹാരം, അല്ലെ പച്ചക്കറികൾ, മഷ്റൂംസ്, അങ്ങനെ ബീഫിന്റെ എന്ന് പറഞ്ഞാൽ പോത്തിന്റെ സ്റ്റോക്ക്, അതൊക്കെ കഴിക്കാവുന്നതാണ്. ടൊമാറ്റോ, ഉള്ളി, വെളുത്തുള്ളി, അങ്ങനെയുള്ള ആഹാരം നമ്മൾ എടുക്കണം. അതേപോലെ റെഡ് വൈൻ അല്പം കുടിക്കുന്നത് കൊണ്ടും നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. And suppose you go for a Greek or Turkish food, then don't take gyros and baklavas. There is very very high sugar, and don't take high cheese and buttery, high fat meats. Whereas you can always go for appetizers with chickpeas and eggplant and tomatoes and grains like hummus and dolmas, etc. So shish kebab is there, chicken with the pita bread and fish cooked in tomatoes. They are very good healthy items. അതേപോലെ ഗ്രീക്കും ടർക്കിഷും റെസ്റ്റോറൻറ്റിലെ ഫുഡ് നമ്മൾ ആഹാരം കഴിക്കുവാണെങ്കിൽ അതിനകത്ത് നമ്മൾ കൂടുതൽ കൊഴുപ്പുള്ള ആഹാരങ്ങൾ ഒഴിവാക്കിയിട്ട് നമ്മുടെ മാംസം അല്ലെങ്കിൽ ലാമ്പ്, ആടിന്റെ മീറ്റ് ഒക്കെ അല്ലെ ചീസ്, ബട്ടർ, അങ്ങനത്തെ ആഹാരം ഒഴിവാക്കിയിട്ട് നമുക്ക് കൂടുതലായിട്ട് ടൊമാറ്റോ, ഹമസ്, ഡോൾമാസ് എന്ന് പറയുന്ന കബാബ്, ചിക്കൻ, മീറ്റ്, ബ്രെഡുകൾ ഒഴിവാക്കിയിട്ട് ഇങ്ങനെയുള്ള മാംസം, മത്സ്യം ടൊമാറ്റോയിൽ കുക്ക് ചെയ്തത് അങ്ങനത്തെ കഴിക്കാവുന്നതാണ്. So don't go for desserts. Try to avoid as much you can, because they gain you weight and they are full of sugar, full of saturated fat. So don't go for these kind of very high calorie desserts. So instead you go for this icy items. It looks like ice cream, but they're not ice cream. You can take these kind of salads kind, fruits kind, light on the stomach. Beware of ice cream and sugar, frozen fat, and hundreds of empty calories. അതേപോലെ നമ്മൾ ആഹാരത്തിന് ശേഷം മധുരം കഴിക്കാൻ പോകുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഐസ്ക്രീമും പേസ്ട്രീസ്, ഇങ്ങനെ ക്രീം നിറഞ്ഞതായ സാധനങ്ങൾ ഒഴിവാക്കി ബ്രെഡ്, അങ്ങനെ സ്റ്റഫ്ഡ് ആയിട്ടുള്ള ക്രീംസ് ചെയ്തിരിക്കുന്ന അങ്ങനെ ആഹാരം കഴിക്കാൻ, അങ്ങനെ മധുരം കഴിക്കാൻ ഒഴിവാക്കിയിട്ട് നമുക്ക് കൂടുതൽ പഴങ്ങൾ, ഇങ്ങനെ തണുത്തതായ പഴങ്ങൾ കഴിക്കാൻ നമ്മൾ ശ്രമിക്കണം. തണുത്തതായ ആഹാരം അല്ലെ തണുത്തതായ പച്ചക്കറികളും പഴങ്ങളും നമ്മൾ ഡെസേർട്ട് ആയിട്ട് കഴിക്കാൻ നമ്മൾ ശ്രമിക്കണം. So when you're dieting, going for the outside dining out tips, don't order a deep fried appetizer. Instead, get steamed or stir fried ones. Don't order creamy curries or deep fried items like kofta, malai, makhani. Instead, order clear soup, stir fried soup likewise. So don't order dal makhani. Instead, order tadka dal, like waterish, less calories. Don't order naans with butter. Instead, order naans without butter. Okay. Likewise, don't eat everything in the bread basket. No need to eat everything. Just you can pick and choose, and don't over order. Also, some people you don't understand how much is to be going up. It's just a over order, and you think because they are wasting, you end up in eating more. So no need to sample everything, whatever is available. Just if it is good, it required you take it. Otherwise, just leave it and pack it or give it to the waiter. So be careful about the plate, what you are eating. These are the important tips when you go out, do's and don'ts. നമ്മൾ പുറത്ത് പോയി കഴിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഒരു ബഫയിൽ കഴിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെ കഴിക്കേണ്ടതെന്ന് നമ്മൾ പറയുകയാണെങ്കിൽ, കൂടുതലായിട്ട് നമ്മൾ ആദ്യം കൊണ്ടുവരുന്ന സ്റ്റാർട്ടർ കൊണ്ടുവരുമ്പോൾ അതിനകത്ത് വറുത്ത് കോരിയ സ്റ്റാർട്ടർ കഴിക്കാതെ സ്റ്റീംഡ് ആവിക്കുണ്ടാക്കിയ സ്റ്റാർട്ടേഴ്സ് കഴിക്കാൻ ശ്രമിക്കുക. അതേപോലെ കൂടുതൽ ക്രീമുള്ള കറികൾ നമ്മൾ ചെയ്യാതെ ക്ലിയർ ആയിട്ടുള്ള ഗ്രേവിയുള്ള കറികൾ എടുക്കുക. അതേപോലെ ദാൽ മഖനിക്ക് പകരം നമ്മൾ തടക്ക ദാൽ എന്ന് പറഞ്ഞാൽ കൂടുതൽ കൊഴുപ്പില്ലാത്തതായ ദാൽ കഴിക്കാൻ ശ്രമിക്കുക. ബട്ടർ നാനിന് പകരം പ്ലെയിൻ നാൻ കഴിച്ചാലും അത് നല്ല രുചികരമാണ്. അതേപോലെ ബ്രെഡ് ബാസ്ക്കറ്റിലുള്ള എല്ലാ ബ്രെഡും നമ്മൾ കഴിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരു ടേസ്റ്റിന് മാത്രം എടുത്ത് കഴിക്കാം. അതേപോലെ ഒത്തിരി ഓർഡർ ചെയ്ത് കഴിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആവശ്യമായ അത്ര മാത്രം കഴിച്ചാൽ മതി. അതേപോലെ ഒരു ബഫയിലുള്ളത് എല്ലാ ഐറ്റംസും ഓരോ ഭക്ഷണവും നമ്മൾ ടേസ്റ്റ് ചെയ്യേണ്ടതായ ആവശ്യമില്ല. അത് അവിടെ പ്രദർശിപ്പിച്ചത് കൊണ്ട് നമ്മളെല്ലാം കഴിക്കണമെന്ന് നിർബന്ധമില്ല. നമ്മൾ പ്ലേറ്റിനകത്ത് മൊത്തം കൂടുതൽ നിറച്ച് കഴിക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. So similarly, don't drink too much alcohol, sweetened beverages and mocktails. Instead, go for water,
or if required, red wine in case it's very much required, or don't order whole dessert. Just share how much ever with your friends and families, and don't be anxious about offending your host by not gorging on every single dish at his table. So no need to, because just because somebody gets offended, no need to eat everything. You can always politely say that I'm not well. You can always say, take polite excuses, and then you can always save your day. അതേപോലെ നമ്മൾ ആരുടെയും വീട്ടിൽ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ വിളിച്ചിരിക്കുന്ന ആരെയും നമ്മളെ ക്ഷണിച്ചിരിക്കുന്ന ആളിനോട് നമുക്ക് ഇത്ര മാത്രമേ എനിക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ, കൂടുതൽ കഴിക്കാൻ പറ്റത്തില്ല എന്ന് നമ്മൾ നല്ല ശാന്തതയോട് പറയുവാണെങ്കിൽ അത് അവർക്ക് മനസ്സിലാവും. അതേപോലെ ഒത്തിരി മധുരം നമ്മൾ കഴിക്കാതിരിക്കാൻ ശ്രമിക്കണം. കൂടുതൽ മധുരമുള്ള സോഡകൾ കുടിക്കാൻ, മോക്ടെയിൽസ് എല്ലാം കുടിക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. അതേപോലെ നമ്മൾ കഴിക്കുന്നത് നമ്മൾ കൂടുതൽ വിശന്നിരുന്നുകൊണ്ട് പോയി അവിടെ കഴിക്കാതെ നമ്മൾ ആവശ്യത്തിന് മാത്രം കഴിക്കാൻ നമ്മൾ ശ്രമിക്കണം. So it's always good idea to have shake and go when you go going for outside, so that you don't be so much craving for food and don't end up in disaster. Okay, so have something healthy snack rather than going in an empty stomach. അതേപോലെ നമ്മൾ പുറത്ത് പോയി കഴിക്കുമ്പോൾ വീട്ടിൽ വെച്ച് എന്തെങ്കിലും അല്പം കഴിച്ചിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ അവിടെ ചെന്നുകൊണ്ട് കൂടുതൽ നമ്മൾ ശ്വാസം മുട്ടുന്നിടം വരെ കഴിക്കാതിരിക്കാൻ ഇടയാവും. അതുകൊണ്ട് വീട്ടിൽ നിന്ന് ഒരു ഗ്ലാസ് ഷേക്ക് കുടിച്ചിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ പുറത്ത് പോയിട്ട് അധികം കഴിക്കാതെ ആരോഗ്യമായി കഴിച്ചിട്ട് നമുക്ക് മടങ്ങി വരാം. What most people think is difficult is doing exercises, lifting heavy weights and doing gym and all that. But actually difficulty is balancing and eating and overcoming all this food temptation. This is more tougher than doing exercises. പലരും വിചാരിക്കും എക്സസൈസ് ചെയ്യുന്നതും വർക്കൗട്ട് ചെയ്യുന്നതാണ് വളരെയധികം പ്രയാസകരമായ കാര്യം. പക്ഷേ നമുക്ക് പറയുവാണെങ്കിൽ നമുക്ക് ഏറ്റവും പ്രയാസകരമായ കാര്യം എന്ന് വെച്ചാൽ ആരോഗ്യകരമായ ആഹാരം കഴിക്കുക എന്നുള്ളത്, ഏറ്റവും സമീകരണമായ ആഹാരം പോഷകം കഴിക്കുന്നതാണ് ഏറ്റവും പ്രയാസകരമായ കാര്യം. So if it is interesting, you know about me, I was also a victim of all this. I used to eat a lot, so you can see me with the pot belly. I was also putting on weight in my government job. I worked as a district registrar. I also worked as assistant inspector general of research stamps. Morning I go and come back by night. I drink lots of coffees and teas, and I don't do exercise. Because of that, me and my wife, you can see her, my wife also put on weight. So she lost weight after using these products, and she can see the difference. This left side, her age was 23, here 43. In just 20 years, you can see the transformation. My wife lost weight and I lost weight, and we are looking healthier and younger. And my age is 51 years and my wife age is 43 years. Our children grown taller, so taller, you can see, using the good nutrition. So these are the miracles, with the good nutrition, and we started coming to healthy, active lifestyle. And I'm doing half marathon, like running, and 40-kilometer cycling. I'm a triathlete. My wife also does workouts, and we are into fitness and nutritionist, fitness and nutrition. And in this 18 years, we help a lot of people in improving the skin condition. We can see a lot of children. We help a lot of children and teenage people overcoming this obesity, childhood obesity and teenage obesity. And we also help a lot of senior citizens to overcome their health challenges. We can see them, lot of senior citizens, and a lot of women, particularly housewives, they put on weight after delivery, after marriage. They struggle to come out of it. So now we help a lot of women, lot of children, lot of senior citizens. And some of clients, they lost more than 30 kilos, more than 40 kilos, more than 50 kilos. Can you believe it? 50 kilos. So these are some of few of the testimonials who lost more than 40, 50, 60 kilos. This lady lost 61 kilos, and this 71 kilos weight loss, and 72 kilos of weight loss, and 75 kilos of weight loss, and 82 kilos of weight loss. Amazing result, right? So it all happened because of we got trained from best of the best, topmost scientists like Dr. David Hibbert. He is a Harvard doctors, and we have a lot of Nobel Prize winners we got trained from them. Topmost dietitians advisory board is there. We got trained from a lot of professors, certified nutritionists and registered dietitians, sports nutritionists. And we are very fortunate to get trained from Dr. John Agnew, a company CEO. Before coming to Herbalife, he was a health secretary in American White House, American government. So now we also got trained from Dr. Richard Carmona, 17th United States Surgeon General.
So we are fortunate. So get the wonderful training and wonderful inspired from, we had lunch with Virat Kohli, our brand ambassador. So these are the momentous times. So with this experience, we really help a lot of people in improving their health and well-being. So if you are also interested in, you can also join us. You can call us into this Instagram, Facebook, and website, email, and all the links are given here. So please subscribe to our channel, and please share this video to many people so that they also get benefit out of this. And thank you so much for your patience. Wish you all the best. God bless you. എന്നെ കുറിച്ച് പറയുവാണെങ്കിൽ ഞാൻ ഇങ്ങനെയുള്ള ഒരു ആഹാര രീതി കഴിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന ഒരാളാണ്. ഞാനൊരു ഗവൺമെന്റ് ഓഫീസ്, ആന്ധ്ര ഗവൺമെന്റിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ്. അങ്ങനെ ഞാൻ പല രീതിയിലുള്ള ആഹാരം കഴിച്ച് ദിവസം മുഴുവൻ ചായ കാപ്പി കുടിച്ചുകൊണ്ടിരുന്നു. എനിക്കും വളരെ കുടവയറുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഡിസ്ട്രിക്ട് രജിസ്ട്രാറായിട്ട് ജോലി ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് വണ്ണം കൂടി, എന്റെ ഭാര്യയ്ക്കും വണ്ണം കൂടി. ഞങ്ങൾ ഈ ഹെർബൽ ലൈഫ് ന്യൂട്രീഷനെ കുറിച്ച് പരിചയപ്പെട്ടു. ഞങ്ങൾ അത് കഴിക്കാനിടയിൽ എന്റെ ഭാര്യയുടെ വണ്ണം കുറഞ്ഞു, എനിക്കും വണ്ണം കുറയാനിടയായി. അപ്പോൾ അവർക്ക് ഇപ്പോൾ 43 വയസ്സ്, എനിക്ക് 51 വയസ്സാണ്. ഞങ്ങൾ രണ്ടും ആരോഗ്യമായിട്ടിരിക്കുന്നു. എന്റെ മക്കളും ഇത് യൂസ് ചെയ്തു, അവർക്കും ആരോഗ്യപരമായ നീളവും വണ്ണവും വെച്ചു. ഇപ്പോൾ ഞങ്ങൾ ഇത് എടുത്തു കഴിഞ്ഞ് മറ്റുള്ളവരെ പലരെയും ഇതിനകത്ത് ഞങ്ങൾ സഹായിക്കുന്നുണ്ട്. അവർക്കെല്ലാം, ഞാനൊരു സൈക്ലിസ്റ്റ് ആണ്, ഒരു ഹാഫ് മാരത്തൺ റണ്ണറും ട്രയാത്ലീറ്റുമാണ്. അങ്ങനെ ഞാൻ ഫിറ്റ്നസ് കോച്ചായിട്ട് ഇപ്പൊ കഴിഞ്ഞ 18 വർഷമായിട്ട് ഞാൻ ഇതിൽ ഏർപ്പെട്ടിരിക്കുന്നു. എന്റെ ഭാര്യയും എക്സസൈസും വർക്കൗട്ടും ചെയ്യുന്നു. ഞങ്ങൾ വളരെയധികം ആൾക്കാരെ ഇതിൽ ഞങ്ങൾ സഹായിക്കുന്നു. ഇവരുടെ ഈ ഫോട്ടോയിൽ കാണുന്ന ആൾക്കാരെ നിങ്ങൾക്ക് മനസ്സിലാക്കും, അവരുടെ കളറിന് വ്യത്യാസം, അവരുടെ ചർമ്മത്തിന് വ്യത്യാസം, അതേപോലെ പ്രായം കുറഞ്ഞവർക്കും കൂടിയവർക്കും എല്ലാം എത്രമാത്രം വണ്ണം കുറഞ്ഞു, 50 കിലോ, 60 കിലോ, 61, 72 അങ്ങനെ കിലോ, വളരെയധികം അമിത വണ്ണം കുറഞ്ഞ് പ്രായമുള്ളവർക്കും വണ്ണം കുറഞ്ഞ് അവർ ആരോഗ്യകരമായി മുമ്പോട്ട് പോകുന്നു. അങ്ങനെ പലർക്കും ഞങ്ങൾ ഇതിൽ കൂടി ഞങ്ങൾ സഹായിക്കാൻ ഇടയായിട്ടുണ്ട്. വീട്ടമ്മമാര് ഡെലിവറി കഴിഞ്ഞ്, അവർ പ്രസവം കഴിഞ്ഞ് വണ്ണം കൂടുന്ന അവസ്ഥ, അവർക്ക് എത്രമാത്രം വ്യത്യാസം വരുവാനിടയായിട്ടുണ്ട്, എത്രമാത്രം 80, 61, 72 അങ്ങനെ 80 കിലോ വരെ കുറഞ്ഞായ സാക്ഷ്യങ്ങൾ, പടങ്ങൾ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാവുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഇതിനകത്ത് ചേർന്ന് ഞങ്ങൾക്ക് വളരെയധികം സഹായകരമായി. അതേപോലെ ഞങ്ങൾ കൂടുതൽ വലിയ മെച്ചപ്പെട്ട ശ്രദ്ധേയമായ ഡയറ്റീഷ്യൻസും ഡോക്ടേഴ്സും ഈ ഒരു ടീമിലുണ്ട്. അവരുടെ കീഴിൽ ഞങ്ങൾക്ക് പരിശീലനം ലഭിക്കാനിടയായി. ഡോക്ടർ ഡേവിഡ് ഹെബർ, ഡോക്ടർ ജോൺ അഗ്നോബി, ഇവര് വൈറ്റ് ഹൗസിലെ ഹെൽത്ത് സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അവരുടെ കീഴിൽ ഞങ്ങൾക്ക് പരിശീലനം ലഭിക്കാനിടയായിട്ടുണ്ട്. അതേപോലെ പ്രശസ്ത ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലിയോടൊപ്പം ഞങ്ങൾക്ക് ബന്ധപ്പെടുവാൻ, അവനോടൊപ്പം ഞങ്ങൾക്ക് ആഹാരം, ലഞ്ച് കഴിക്കാനും ഇടയായി. അത് ഞങ്ങളുടെ ജീവിതത്തിന് അതൊരു വലിയൊരു അനുഗ്രഹമായി തീർന്നു. ഞങ്ങൾ മറ്റുള്ളവർക്കും ഇതിനെക്കുറിച്ച് പറയുന്നു. നിങ്ങൾക്ക് ഇതിൽ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ ഞങ്ങളുടെ അഡ്രസ് ഉണ്ട്. എന്റെ നമ്പറും, എന്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് ചാനലുകളുണ്ട്, ഇമെയിൽ ഉണ്ട്. ഞങ്ങളെ ബന്ധപ്പെടുക കൂടുതൽ വിവരങ്ങൾക്ക്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഇതിനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരോട് ഇതിനെക്കുറിച്ച് പറയുക. ദൈവം നിങ്ങൾ ഈ വീഡിയോ കണ്ടതിൽ ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി.